കൊച്ചി ധനുഷ്കോടി ദേശീയപാതയിൽ നേര്യമംഗലം വനമേഖലയിലെ നവീകരണ ജോലികൾ പുനരാരംഭിച്ചിരിക്കുകയാണ്. നേര്യമംഗലം മുതൽ ഇടുക്കി വാളറ വരെയുള്ള 14.5 കിലോമീറ്റർ ദൂരം ടാറിംഗ് നടപടികൾ ആരംഭിച്ചിരിക്കുകയാണ്. നേരത്തെ വനംവകുപ്പിൻ്റെ തടസ്സത്തെ തുടർന്ന് ഈ പണികളെല്ലാം നിന്ന് കിടക്കുകയായിരുന്നു. എന്തായാലും 12 മീറ്റർ വീതിയിൽ ഇപ്പോൾ നവീകരണ ജോലികൾ വീണ്ടും ആരംഭിച്ചു. 6 മാസം മുൻപാണ് കൊച്ചി ധനുഷ്കോടി ദേശീയപാതയുടെ നവീകരണ ജോലികൾക്ക് തുടക്കം കുറിച്ചത്. വനം വകുപ്പിന്റെ തടസ്സവാദങ്ങളെ തുടർന്ന് നേര്യമംഗലം വനമേഖലയിലെ നിർമ്മാണ ജോലികൾ തടസ്സപ്പെട്ടിരുന്നു. നേര്യമംഗലം മുതൽ വാളറ വരെയുള്ള 14.5 കിലോമീറ്റർ ദൂരത്തിൽ മുടങ്ങിക്കിടന്നിരുന്ന നവീകരണ ജോലികളാണ് ഇപ്പോൾ പുനരാരംഭിച്ചത്. ദ്രുതഗതിയിൽ പ്രവർത്തികൾ പൂർത്തിയാക്കാൻ ദേശീയപാത അതോറിറ്റി അധികൃതർ കരാർ കമ്പനിക്ക് നിർദ്ദേശം നൽകിയതായി ഡീൻ കുര്യാക്കോസ് MP പറഞ്ഞു. അവിടെ ഉണ്ടായിരുന്ന തടസ്സങ്ങൾ ഇപ്പോൾ മാറ്റപ്പെട്ടിട്ടുണ്ട്. അത് നാഷണൽ ഹൈവേ അതോറിറ്റി ഓഫ് ഇന്ത്യ ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെന്റ് പറഞ്ഞതനുസരിച്ച് വഴങ്ങി കൊടുത്തുകൊണ്ടാണ് ചെയ്തിരിക്കുന്നത്. ഏതായാലും 5 കോടി രൂപ വനംവകുപ്പിന് കൈമാറിക്കൊണ്ട് അവർ പറഞ്ഞതായ നടപടിക്രമങ്ങൾ പാലിച്ചുകൊണ്ട് അവിടെ പാലം നിർമ്മാണം നടക്കുന്നതായ മേഖല മുതൽ വാളറ വരെയുള്ള പ്രദേശങ്ങളിൽ ലാൻഡ് അക്വിസിഷൻ ഉൾപ്പെടെ ചെയ്തുകൊണ്ടാണ് അവിടെ ഇപ്പോൾ നിർമ്മാണ പ്രവർത്തനങ്ങൾ ആരംഭിച്ചിട്ടുള്ളത്. തീർച്ചയായിട്ടും അത് നല്ല നിലയിൽ തന്നെ നമ്മുടെ റോഡ് ഗതാഗതം സുഗമമാക്കുന്നതിന് വേണ്ടി ഉപകരിക്കട്ടെ എന്ന് പ്രത്യാശിക്കുകയാണ്. 10 മീറ്റർ ടാറിംഗ് ഉൾപ്പെടെ 12 മീറ്റർ വീതിയിലാണ് നവീകരണ ജോലികൾ നടക്കുന്നത്. ദേശീയപാതയുടെ മറ്റിടങ്ങളിൽ വീതി കൂട്ടി ടാറിംഗ് നടത്തുന്നുണ്ട്. സംരക്ഷണ ഭിത്തിയുടെയും ഓടകളുടെ നിർമ്മാണവും പുരോഗമിക്കുന്നു. നേര്യമംഗലത്ത് പുതിയ പാലത്തിന്റെ നിർമ്മാണവും നടക്കുന്നുണ്ട്. കൊച്ചി മുതൽ മൂന്നാർ വരെയുള്ള ദൂരപരിധിയിൽ 980 കോടി രൂപയാണ് നവീകരണ പ്രവർത്തനങ്ങൾക്ക് അനുവദിച്ചിരിക്കുന്നത്. നേര്യമംഗലം വനമേഖലയിലെ ഇടുങ്ങിയ റോഡ് നവീകരിക്കപ്പെടുന്നതോടെ ഗതാഗത കുരുക്കിനും അപകടങ്ങൾക്കും പരിഹാരമുണ്ടാക്കുമെന്നാണ് പ്രതീക്ഷ. ന്യൂസ് മലയാളം, ഇടുക്കി.